ഈ ഒരു മഴ സമയത്ത് അത് കർക്കിടക മാസത്തിലൊക്കെ ചൂടോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണി ആയാലോ. ഇതിൽ നമ്മൾ നോൺ വെജ് ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ വെജ് കൂടെ ചേർത്തിട്ടും ഈ ഒരു രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. ഞാൻ നോൺ വെജ് ചേർക്കാതെയാണ് തയ്യാറാക്കിയത്. വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. നമുക്ക് നോക്കിയാലോ. ആദ്യം നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഞാനൊരു 1.5 സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളകാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. അത് കഴിഞ്ഞ് നമ്മൾ ഏലക്ക, അതുപോലെ ജീരകം, പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളിയും അതുപോലെ നല്ല രീതിയിൽ ചേർക്കുക. പിന്നെ നമ്മൾ കുറച്ച് കൊച്ചുള്ളി ചതച്ചത് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊച്ചുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി ഇത് നല്ല രീതിയിലൊന്ന് കളർ ചേഞ്ച് ആവണം. നമ്മുടെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണം. പക്ഷെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. നമ്മളുടെ ഈ കുരുമുളകൊക്കെ ഒന്ന് പൊട്ടിയൊക്കെ വരുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ നമുക്ക് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ. അപ്പോൾ ആ രീതി ആവുന്നിടം വരെ നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കുക. അതൊന്ന് നല്ല കളർ ചേഞ്ച് ആയതിന് ശേഷം നമ്മളതൊന്ന് പൊടിച്ച് എടുക്കുക. പൊടിച്ച് വെച്ചാൽ ഓവറായിട്ട് അങ്ങ് പേസ്റ്റും ആക്കേണ്ട, എന്നാൽ പൊടിഞ്ഞ് കിട്ടുകയും വേണം. ആ ഒരു രീതിയിൽ അതൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ബിരിയാണി റൈസോ അല്ല കൈമ റൈസിൻ്റെ അതല്ലെങ്കിൽ വേറെ നിങ്ങൾ ഏത് യൂസ് ചെയ്യുന്ന വെച്ചാൽ ആ ഒരു റൈസ് എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു കൂട്ടിൽ ഞാൻ ഫുള്ളും ഇട്ടിട്ടില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടത് കൊണ്ട് നമ്മൾ ഫുള്ളും ഇട്ടില്ല. കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കായപ്പൊടി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആ ഒരു അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് ഞാനിതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ വെച്ച് 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു വലിയ നാരങ്ങയാണെങ്കിൽ 1 നാരങ്ങ മതിയാകും. അത്യാവശ്യം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക പുളിയൊക്കെ നല്ലപോലെ ഉണ്ടോയെന്ന്. അതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പില, മല്ലിയില. അപ്പോൾ നിങ്ങളുടെ കൈക്ക് മല്ലിയില ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഞാനിതിൽ മുകളിലേക്ക് ഒരു ഇച്ചിരി നെയ്യും കൂടി, 1 സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നെയ്യ് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ 2-3 മിനിറ്റ് അതും ഒന്ന് അടച്ച് വെച്ചിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ വെജും കൂടി ചേർത്തിട്ടും തയ്യാറാക്കാവുന്നതാണ്. അത് നല്ല ടേസ്റ്റായിരിക്കും. നമ്മളിതിവിടെ അങ്ങനെ എടുത്തില്ല എന്നേ ഉള്ളൂ. ഞാൻ അതിന് പകരം ഇതിലേക്ക് ഒരു ബുൾസൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബുൾസൈയുടെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കുരുമുളകിൻ്റെ കൂട്ടുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് കൂടി ഇതിലേക്ക് ആക്കിയിട്ട് നമ്മൾ സെർവ് ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മഴക്കാലത്ത് അതും ഈ ഒരു മാസത്തിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. ഓക്കെ, താങ്ക് യു.